അദ്ദേഹം MD-യുടെ രണ്ടാം മൂഴം ബേസ് ചെയ്തിട്ടൊരു സ്റ്റേജ് ആൻഡ് വിഷ്വൽ ഡ്രാമ ഉണ്ടായിരുന്നു. ഞാൻ 6:30 ആ ഹോളിൽ ചെല്ലുന്ന സമയത്ത്, പ്രാക്ടീസ് ഹോളിൽ ചെല്ലുന്ന ഇദ്ദേഹം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ. എത്ര മണിക്ക് വന്നു? 5 മണിക്ക് വന്ന് ചെയ്യാൻ ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ എല്ലാവരും സിനിമയുടെ ഷൂട്ടിംഗ് നമ്മൾ നാടകം കളിച്ച് മാത്രം പാസ്പോർട്ട് ഫില്ല് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, വർക്കില്ലെങ്കിൽ ഞാൻ പ്രാന്താവുന്ന ഒരു കൂട്ടത്തില്ല. നാടകത്തിനെ കുറിച്ചുള്ള അത്തരം മേഖലയിൽ വളരെ ചുരുക്കം ചില ഇൻഫർമേഷൻസ് മാത്രം യൂട്യൂബിലൊക്കെ അവൈലബിൾ. അപ്പോൾ അവർക്ക് അത് കാണാനും മനസ്സിലാക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സാറാമേ, നമ്മുടെ രണ്ട് ഹൃദയങ്ങൾക്കിടയിൽ ഒരു മതിലെന്തിനാണ്? മതങ്ങളുടെ കറുത്ത മതിൽ. നമ്മുടെ ഹൃദയത്തിന്റെ ചൂടുകൊണ്ട് അത് സ്വയം തകർന്നു. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അപ്പിയറൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അമൽരാജ് എന്ന് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല നിങ്ങൾക്ക്. പക്ഷേ ചക്കപ്പഴത്തിലെ ആ ഒരു അച്ഛൻ, യോയോ അച്ഛൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അമലേട്ടാ, നമസ്കാരം. യോയോ അച്ഛൻ അല്ലേ? ഇപ്പൊ ഭയങ്കര ടോട്ടലി മാറിയാട്ടോ. ചക്കപ്പഴം എന്നുള്ള സീരിയലിലെ ആ ഒരു അപ്പിയറൻസ് അല്ല ഇപ്പൊ ഉള്ളത്. പലരും ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ പലർക്കും ഉള്ളിലൊരു സംശയം, ചോദിക്കാനൊരു ആശങ്ക. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അവര് ശബ്ദം കൊണ്ടാണ് ക്യാച്ച് ചെയ്യുന്നത്. അല്ല, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ അതിന് ദാവിദേട്ടനോട് ചോദിച്ചു, പുള്ളി തന്നെയാണോ? പുള്ളിക്ക് മുടിയൊക്കെ ഉണ്ട്. അത് തന്നെടാ ഇത്, നീ ധൈര്യമായിട്ട് സംസാരിച്ചോളാം പറഞ്ഞു. അതായത് ഈ ചക്കപ്പഴം ഭയങ്കരമായിട്ട് ഹിറ്റായി പോകുന്ന സീരിയലാണ്. കാര്യം ഈ സിറ്റ്കോം ഒക്കെ ഏറ്റവും കൂടുതൽ ലൈവായിട്ട് പോകുമ്പം നമുക്ക് എനിക്കൊന്ന് പ്രോംപ്റ്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ത്രെഡ് തരും, അപ്പോഴേ നമ്മൾ കൈന്നിട്ട് സംസാരിക്കുന്നുള്ളൂ, വീട്ടിൽ പറയുന്നത്. അല്ല, അവിടെ ഈ സിറ്റ്കോമിനൊക്കെ ഉണ്ടാവുന്ന ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കരമായ ഫ്രീഡം ഉണ്ട്. പ്രത്യേകിച്ചും ചക്കപ്പഴം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, 100 സ്ക്രിപ്റ്റ് ഉണ്ട്. അത് നമ്മൾ വായിക്കും, ഡയറക്ടർ വായിച്ചു തരും, നമ്മളത് കേട്ട് മനസ്സിലാക്കും, നമ്മൾ പഠിക്കും. അതിനുശേഷം ആക്ടേഴ്സിന്റെ ഒരു ഇംപ്രൊവൈസേഷൻ. അപ്പോൾ 3 ക്യാം ഷൂട്ടാണ്. 3 ക്യാം ഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു മാർക്കില്ല, നമുക്ക് എങ്ങോട്ട് വേണം മൂവ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഔട്ട് ഫോക്കസ് അല്ലെങ്കിൽ ഫ്രെയിം ഔട്ടൊക്കെ ആകുമ്പം സാറ് കട്ട് പറഞ്ഞിട്ട് അതെന്താ ക്യാമറ സാർ, അവരങ്ങോട്ട് അവര് പോവും, അവർക്ക് അവരുടെ നിങ്ങൾ വേണമെങ്കിൽ പോയി എടുത്തോളാം. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ട്. എനിക്കൊക്കെ, ഞാൻ പ്രത്യേകിച്ച് ഞാൻ തിയേറ്ററിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര രസകരമായിട്ട്. പിന്നെ ഈ പലതും സംഭവിക്കാം, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് സംഭവിക്കാം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ മറന്നു പോകാം, സ്പോണ്ടേനിയസ് ആയിട്ട് വേറൊരു സാധനം വരാം. നമ്മൾ ആക്ച്വലി ഒരു ഫൈറ്ററിനെ പോലെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം. കാരണം അവിടെ നിന്ന് എന്ത് വരും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു. പിന്നെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും അതുമാതിരി ഉള്ളവരാണ്. അങ്ങനെ ഒരു ഗിവൺ ടേക്ക്, നല്ല റാപ്പോർട്ട് ഉണ്ട് അതിന്റെ ഫാമിലി. അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്കൊന്ന് ഏകാംഗ നാടകം കളിച്ച് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് തിയേറ്റർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ കൂടുതൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെയുള്ള സിറ്റ്കോം ഒക്കെ ചെയ്യാനായിട്ടല്ലേ. കാര്യം കുറച്ചുകൂടെ ഇംപ്രവൈസേഷൻ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റ്. അതെ, നമുക്ക് തിയേറ്ററിൽ തന്നെ നമ്മൾ കുറെ ചെയ്തതാണല്ലോ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. ചക്കപ്പഴം സീരിയലിൽ എനിക്കൊന്ന് ചേട്ടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഏതൊരു ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ചക്കപ്പഴത്തിലെ കുഞ്ഞുണ്ണിയാവാൻ ഞാനില്ല. അപ്പൊ പുള്ളി ഒന്ന് ഞെട്ടി. നമ്മൾ നല്ല ഈ ലുക്കില് ഞാനില്ല. കുഞ്ഞുണ്ണിയുടെ ലുക്കല്ല ഇപ്പൊ ഇത്. കുഞ്ഞുണ്ണിയുടെ പൂത്തോടെ കാണാം, ലുക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. എനിക്കൊന്നും അതിനകത്ത് ഭയങ്കര ഇളയ മകനെ കൊണ്ട് ഭയങ്കര ശല്യം, അവൻ പറഞ്ഞാൽ കേൾക്കില്ല, റാഫി സുമേഷ്. അപ്പൊ അതിന്റെ പുറകെ ചേട്ടൻ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര രസകരമാണ്. അതെ, ഇതൊക്കെ ജസ്റ്റ് തിരക്കഥ, അതായത് സ്ക്രിപ്റ്റ് പറഞ്ഞു തരിക, നമ്മൾ തന്നെയാണോ ഡയലോഗ് ഇടുന്നത്? അല്ലല്ല, സ്ക്രിപ്റ്റ് ഉണ്ട്. നമുക്ക് പ്രിന്റഡ് സ്ക്രിപ്റ്റ് തന്നെ വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രിന്റഡ് സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കും, നമ്മൾ പഠിക്കും. അതിനുശേഷം നമുക്ക് എന്തും പ്ലാൻ ചെയ്യും. ഇപ്പം നമ്മൾ ഇപ്പം റാഫിയായിട്ടോ ശ്രീകുമാറായിട്ടോ അല്ലെങ്കിൽ ശ്രുതിയായിട്ടോ ഒക്കെ ഇരിക്കുന്ന ഇരിക്കുന്ന സീനിൽ നമുക്കൊരു ഐഡിയ തോന്നുന്നത് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം നല്ലതാണെങ്കിൽ ഒക്കെ അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു ഷെയറിങ് ആർട്ടിസ്റ്റിനുണ്ട്. പിന്നെ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ നമ്മൾ ആഡ് ചെയ്യാം. ചിലപ്പോൾ അത് നമ്മളെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അവരോട് പറയാതെ പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ആശയം തോന്നുമ്പോൾ നമ്മൾ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസ് ഉണ്ട് അതിനകത്ത്. അതെ, അതാ പറഞ്ഞത്. നമുക്ക് ചിലപ്പം ശ്രീകുമാരേട്ടനും ചേട്ടനും അശ്വതിയും സുമേഷും അതായത് റാഫി എല്ലാം അവിടെ ഇരിക്കുമ്പോഴൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യായിരിക്കും അല്ലേ? അവിടെ നമുക്കൊരു സീന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ അസോസിയേറ്റ് ഒന്ന് നമ്മളത് വായിച്ച് കേൾപ്പിക്കും. വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് ഇൻഡിവിജ്വൽ വേണമെങ്കിൽ സ്ക്രിപ്റ്റ് തരും. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് 3 ക്യാം ഷൂട്ടാണ്. അപ്പം ഷൂട്ടിന് മുമ്പ്, ആ സീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വിത്ത് റിഹേഴ്സൽ. കാരണം ഈ ക്യാമറാമാൻ എന്താണ് ഒരു ധാരണ വേണം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്നാലും ചിലപ്പോൾ വേറെ എന്ത് സംഭവിക്കാം. അപ്പോൾ അത് ആ സമയത്തൊക്കെ നമ്മളൊരു ഡിസ്കഷൻസ് ഉണ്ട്. നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. അതായത് ആ മൊത്തത്തിൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള റാപ്പോർട്ടുണ്ട്. നമ്മൾ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല അവരുടെ ഫാമിലിയായിട്ടും ഭയങ്കര ഒരു
ഭയങ്കര ബോണ്ടിങ് ആണ് എല്ലാവരും. അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ട്. ഭയങ്കര ബോണ്ടിങ് ആണ്. അത് നമ്മൾ അവിടെ വരുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സും നമുക്കവിടെ എല്ലാ മാസവും സെലിബ്രേഷൻ, ആരുടെയെങ്കിലും ഒക്കെ ബർത്ത്ഡേ ആണ്. അശ്വതിയുടെ പിന്നെ നമ്മളത് വെച്ചാൽ ഭയങ്കര സർപ്രൈസ് ആക്കുക എന്നുള്ള രീതിയിൽ രാത്രി ഫ്ലാറ്റിലേക്ക് ഇടിച്ചു കയറി പോവുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അതൊക്കെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞപ്പോഴത്തേന് വിഷമം തോന്നിയിട്ടുണ്ടോ? കാര്യം സ്വാഭാവികമായിട്ട്, കാരണം നമ്മളൊരു കുടുംബം ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവുന്ന നമുക്ക് വിഷമമുണ്ട്. നമ്മളെക്കാൾ വിഷമം ഒരുപാട് ഫാൻസുകാർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട്. കാരണം ശരിക്കും അവരെ വീട്ടിലൊരു അംഗത്തിനെ പോലെയാണ് കാണുന്നതൊക്കെ. ഫാൻസ് കൂടി ഒരുപാടുണ്ട്, ഫാൻസൊക്കെ ഒരുപാടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് കൊച്ചു മക്കളാണ്. അവരെങ്ങനെയാ വിളിക്കാറ്? അവര് കുഞ്ഞുണ്ണി അപ്പൂപ്പ, കുഞ്ഞുണ്ണി അച്ചാച്ച, കുഞ്ഞുണ്ണി ചേട്ടാ. ചേട്ടാന്ന് വിളിക്കുന്നത് കുറച്ചുകൂടെ മുതിർന്നവരൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. കുഞ്ഞുണ്ണിന്ന് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ മെസ്സഞ്ചറിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരും. കാരണം അവർ പറയുന്നത് അവരുടെ മക്കൾ ഈ മലയാള ഭാഷ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ വാല്യൂ ഒക്കെ മനസ്സിലാക്കുന്നത് ഈ ചക്കപ്പഴം കാണുമ്പോഴാണ്. കാരണം ഇവിടെ നമ്മൾ ഇപ്പം എത്ര ഇതായാലും നമ്മൾ കുട്ടികളും അച്ഛനും അമ്മയായിട്ടൊക്കെ ഉള്ളൊരു ഭയങ്കര ബോണ്ടിങ് ഒക്കെ അവർക്കൊന്നും വെച്ചാൽ അവർക്ക് വേറെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് കുറച്ചുകൂടെ ഒരു ഫാമിലി ഒരു പറഞ്ഞു, പ്രത്യേകിച്ച് ഇപ്പോഴെല്ലാം ഈ ചെറിയ ചെറിയ കുടുംബങ്ങളില്ല. അപ്പോൾ ഒരു ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ചേട്ടൻ്റെ ഫേസിൽ കാണുന്നുണ്ട്. ഇപ്പം നമ്മള് മമ്മൂക്കയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നുമില്ല അല്ലേ? അദ്ദേഹത്തിനൂടെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടറിന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിസ്റ്റഫറിൽ ചെയ്തു. അല്ല, എന്ത് കഥാപാത്രം ചെയ്തു? ക്രിസ്റ്റഫറിൽ ഞാൻ മമ്മൂക്കയുടെ ഫാദറിലായിട്ട്. എങ്ങനെയുണ്ട്? അല്ല, അത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ക്രിസ്റ്റഫർ മൂവി ചെയ്യുന്നതിന് മുമ്പേ വളരെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് അറിയാം. പേഴ്സണലി എൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ വൈഫും കൂടെ ചെയ്യുന്ന പ്രേമലേഖനം, അത് 100ാമത്തെ സ്റ്റേജ് മമ്മൂക്ക ഒന്നാണ് ഇനാഗുറേഷൻ ചെയ്തത് എറണാകുളത്ത് വെച്ചിട്ട്. അപ്പോൾ അതിനു മുമ്പ് എനിക്കറിയാം. അതിനു മുമ്പ് ഞങ്ങൾ ശരിക്കും പരിചയപ്പെടുന്ന ഒരു നാടകം, അദ്ദേഹം MDയുടെ 2ാമൂഴം ബേസ് ചെയ്തിട്ടൊരു സ്റ്റേജ് ആൻഡ് വിഷ്വൽ ഡ്രാമ ഉണ്ടായിരുന്നു. രാജീവ് കുമാർ സാറും പ്രമോദ് പേരും ചെയ്യുന്ന സമയത്ത് ഞാനാണത് എന്നെ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത്. അപ്പം മമ്മൂക്ക അതിനകത്ത് ഒരു 4 ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കർണൻ, ദുര്യോധനൻ, ഭീമൻ, 4 ക്യാരക്ടേഴ്സാണ് മമ്മൂക്ക് ചെയ്തത്. പിന്നെ കുറേ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ 4 ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഞാനാണ്. എന്നെ വെച്ചിട്ട് അതിൻ്റെ ഒരു ക്യാരക്ടർ മോൾഡ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യണം. അദ്ദേഹത്തിന് ഇതിലേക്ക് ഞാൻ റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ കഴിഞ്ഞിറങ്ങുന്ന കുറച്ചുകൂടെ ഒരു യൂത്ത് ആയിട്ടുള്ളൊരു സ്പീഡായിട്ട് നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ക്ലാസിക്കൽ പ്ലേ എന്ന നിലയ്ക്ക് നമ്മൾ കുറേ ബോഡി മൂവ്മെൻറ്റ്സും കളരിയുടെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേ കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പോകുന്ന വഴിയിൽ മൊത്തം ഞാൻ പിന്നീട് ജോർജ് ചേട്ടനൊക്കെ പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ പ്ലേ കണ്ടിട്ട് നമ്മൾ അദ്ദേഹം വരുന്ന സമയത്ത് ഇത് ഫുള്ള് നമ്മൾ റെക്കോർഡ് നമ്മൾ കാണിച്ചു കൊടുക്കുക കണ്ടിട്ടാണ് അദ്ദേഹം പിന്നെ അതിലേക്ക് വരുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്, കാരണം ഞാൻ മൊത്തം ഫിസിക്കലൈസേഷനാണ് ഈ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആക്ടിങ്ങിൻ്റെ ഭയങ്കരമായിട്ടുള്ള കൊതിയുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആർത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തീവ്രമായ ആർത്തി മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഭയങ്കരമായ പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ യൂത്തിലായിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റി മുഴുവൻ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ആങ്സൈറ്റി. പക്ഷേ ഞാൻ അവിടെ കണ്ടത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറഞ്ഞു സാറേ, ഇത് ഞാൻ എൻ്റെ ഒരു രീതി വെച്ചിട്ട്